ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ആനുവൽ ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ്. സബ്സ്ക്രൈബറായ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആനുവൽ ഡേ വീഡിയോ, അതായത് സ്കൂളിൻ്റെ ഒരു ആനുവൽ ഡേ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് നമ്മൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്ന 11-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 11-ാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും. ഈ 2 ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ആ ടേബിൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ആനുവൽ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യേണ്ട താഴെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. താഴെ എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ആനുവൽ ഡേ മാറ്റിയ ശേഷം ഡേറ്റ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഫോണും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആനുവൽ ഡേ ഇപ്പോൾ 2024 കൊടുക്കുകയാണെങ്കിൽ എന്ത് വേണ്ട നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2024 ആനുവൽ ഡേ എന്ന് കൊടുത്തു. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾക്ക് 2 ലൈനായിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ താഴെയായിട്ട് മാറുന്നതായിരിക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് CMS ഹൈസ്കൂൾ കോട്ടയം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ സ്കൂളിൻ്റെ പേര് ഇവിടെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. കൊടുത്ത ശേഷം ബാക്ക് അടുത്ത ഓരോ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേ മാറ്റി ഏത് ദിവസം എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അവർ ലിറ്റിൽ ഏഞ്ചൽ വില്ലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റായിട്ട് എഴുതി കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇവ എഴുതി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ബാക്കെല്ലാം കൊടുക്കാം. നമ്മളിവിടെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ആഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. 6 ക്ലിപ്പിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ആഡ് ചെയ്ത് കൊടുക്കുക. 26 സെക്കൻഡ് 16 മില്ലി സെക്കൻഡ്, അത് ലാസ്റ്റ് കാണുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഡേറ്റും കറക്റ്റ് ടൈമും ഒക്കെ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും 9.16 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നോർമലായിരിക്കുന്ന ഫോട്ടോ ആയാലും വീഡിയോ ആയാലും 16 അതായത് 9.16 മാറ്റാനായിട്ട് സ്റ്റാർട്ടിങ് വന്ന ശേഷം ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്ക്രീൻ ഫിറ്റാകുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാണ്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കറണ്ട് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഫോട്ടോ ആയാലും വീഡിയോ ആയാലും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയും കൂടി എങ്ങനെയാണ് ഇതുപോലെ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് കറണ്ട് ഫേമസ് PNG ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഫോട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഇനി വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാണ്ട് ഒരു പുതിയ ലെയർ എടുത്ത ശേഷം അത് ബാക്ക് അടിക്കുക. അലൈറ്റ് മോഷൻ്റെ തന്നെ ഹോം പേജ് എടുത്ത ശേഷം നമുക്ക് വീഡിയോ എങ്ങനെയാണ് ഈ ആസ്പെക്ട് റേഷ്യോയിൽ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാം. അതിനായിട്ട് ബാക്ക് അടിക്കുക. അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക. ബാക്ക് അടിച്ച ശേഷം ഹോം പേജ് എടുത്ത ശേഷം ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം 9.16 ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ താഴെ കൊടുത്തിരിക്കുമ്പോൾ എഴുതി കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇപ്പോൾ വീഡിയോ ഇങ്ങനെയായിരിക്കും കാണുന്നത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പണൻസേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. കാണുന്നുണ്ടല്ലോ, ഈ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോയുള്ള വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നിങ്ങൾ എടുക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് എഡിറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ അതിങ്ങനെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
മുകളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഓപ്ഷനിൽ നിന്ന് ഹൈ ക്വാളിറ്റി തന്നെ എക്സ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഡിറ്റിംഗ് ടേബിൾ എടുത്ത ശേഷം എഡിറ്റ് ചെയ്യാം. ഞാൻ സേവ് ചെയ്യുന്നില്ല തൽക്കാലം. നിങ്ങൾ സേവ് ചെയ്യുക. എഡിറ്റ് ചെയ്ത വീഡിയോകൾ ബാക്ക് അടിക്കുക. എഡിറ്റ് ചെയ്ത ശേഷം എല്ലാം കട്ട് ചെയ്ത ശേഷം 11-ാം തീയതി ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും എടുക്കുന്നു. എടുത്ത ശേഷം 12 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ആഡ് ചെയ്യുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് 9.16 ആസ്പെക്ട് റേഷ്യോയുള്ള വീഡിയോ ആണ്. അത് നമുക്ക് ഏത് പാർട്ട് മുതലാണ് ആവശ്യമുള്ളതെന്ന് കറക്റ്റായിട്ട് നോക്കിയ ശേഷം അവിടെ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ പാർട്ട് ആവശ്യമില്ല, ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ആദ്യത്തെ ബീറ്റ് മാർക്ക് ഉണ്ടല്ലോ 12 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം കൊണ്ടുവെക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയുന്നു. ഇപ്പോൾ മനസ്സിലായില്ല എങ്ങനെ ആ വീഡിയോ ആഡ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ നമ്മൾ ഒരു വീഡിയോ ആഡ് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ അടുത്ത ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ലൈനകത്ത് ഓരോ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു അടുത്ത വീഡിയോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏത് ഭാഗം മുതലാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കിയ ശേഷം കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഓരോ ബീറ്റ് മാർക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതുപോലെ എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക. 6 സെക്ഷനായിട്ടാണ് 8 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷമുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും മിക്സിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഒരു വീഡിയോയും ഫോട്ടോയും ഇങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചില ആ വീഡിയോയുടെ ലെങ്ത് 10 സെക്കൻഡുകൾ നമുക്കത് എക്സ്ട്രാ ആയിട്ട് കൂട്ടി കൊടുക്കണം. ആദ്യം മുമ്പായിട്ട് അതിൻ്റെ വീഡിയോയുടെ ശബ്ദം മ്യൂട്ടാക്കി കൊടുക്കുക. അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലടി ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലടി ഇതുപോലെ വെക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കണം. അത് നമുക്ക് ലെങ്ത് കുറവാണ്, അത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അത് വീഡിയോ ക്ലിക്ക് ചെയ്യുക, എൻഡ് എത്തിയ ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും അവിടെ തന്നെ പേസ്റ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ലെങ്ത് ബാക്കി കുറച്ച് അധികം കൂടി കിട്ടുന്നതാണ്. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൂടി വേണ്ടി വരും. വീണ്ടും നിങ്ങൾ എൻഡ് എത്തിയ ശേഷം നമ്മളത് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം അത് ടോപ്പിലായിരിക്കും കിടക്കുന്നത്. അത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. എക്സസൈഡ് നിന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ ലെങ്ത് എത്തിക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് അടുത്തായിട്ട് ബാക്ക് അടിക്കുക, എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 11 എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, 2 ഗ്രീൻ ലെയറും കൊടുത്തിട്ടുണ്ട്. ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ആ ലെയർ ക്ലിക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയറാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റിലത്തെ ആനുവൽ ഡേ 2024 കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈലിൽ കിടന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറും ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ, ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കംപ്ലീറ്റ് എഫക്റ്റ് ലഭിക്കുന്നതാണ്. ബാക്കി ലെയർ മുതൽ പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. കംപ്ലീറ്റ് ടെസ്റ്റിന് ഇതുപോലെ തന്നെ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി. ആദ്യം മാത്രം കളറും ടൈമും സെലക്ട് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ടെക്സ്റ്റിനും ഇതുപോലെ തന്നെ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്ത ശേഷം വീഡിയോയുടെ എൻഡ് എത്തുന്നിടത്ത് നമ്മൾ ടൈമും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ആ ലെയറും കൊടുക്കാനും മറന്നു പോകരുത്, കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ഫോട്ടോയ്ക്കായാലും വീഡിയോയ്ക്കായിട്ട് കൊടുക്കേണ്ട എഫക്റ്റ് ആദ്യത്തെ ഗ്രീൻ ആയിട്ടുള്ള ലെയർ ഉണ്ടല്ലോ, ഇതിനകത്ത് ഫസ്റ്റത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക. ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, അത് ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, വീഡിയോ ആയാലും 12 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ്, ആ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇത്രയും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോ ആണ് കുറച്ച് സ്റ്റില്ലായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഔട്ട്പുട്ട് കണ്ടാലേ ഉള്ളൂ ക്ലാരിറ്റി എഫക്റ്റൊക്കെ മനസ്സിലാകത്തുള്ളൂ. ആദ്യത്തെ ഒരു പാർട്ടിൽ കൊടുത്തെങ്കിൽ സെക്കൻഡ് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും അവിടെ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ആ ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അതായത് 1.5 വിട്ടുള്ള മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. ഫസ്റ്റിൽ കൊടുത്ത് സെക്കൻഡിൽ കൊടുത്തില്ല, തേർഡിൽ കൊടുത്ത് അടുത്ത് കൊടുക്കരുത്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. ലെയറായാലും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ലാസ്റ്റിലുള്ളതും കൊടുക്കരുത്, ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. എഫക്റ്റിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും എടുക്കുക.
എടുത്ത ശേഷം ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോയിലും വീഡിയോയിലും ഉണ്ടല്ലോ, ആ പാട്ട് എടുക്കുക. ഫസ്റ്റിലത്തെ ടൈം പറഞ്ഞുതരാം. ഫസ്റ്റ് 14 സെക്കൻഡ് 42 മില്ലി സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളറും ടൈമും ഇതിനകത്തും എനേബിൾ ആയിരിക്കണം. പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഓൾറെഡി നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന നമ്മൾ കൊടുക്കാതെ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. പേസ്റ്റ് സ്റ്റൈൽ എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അതൊക്കെ പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. ഇത്രയും ചെയ്യാൻ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.